ഡെസ്റ്റിനേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇത് പട്ടത്തിപ്പാറ വാട്ടർഫാളിലാണ്. വേറെ ലെവൽ വൈബാണ്. നിങ്ങൾ മാക്സിമം എല്ലാവരും വന്നിട്ട് വിചാരിക്കുന്നു. വരാത്തവർക്ക് വേണ്ടിയിട്ടാണ്. തൃശ്ശൂരിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു വാട്ടർഫാൾ കൂടിയാണിത്. ഒരു ദിവസം കൊണ്ട് വന്ന് പോകാവുന്ന ഒരു നല്ല സ്ഥലം തന്നെ. വന്ന് കുളിച്ചിട്ട് പോവാം. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ. ഇനിയിപ്പോൾ സീസൺ ടൈമിൽ ഏത് ലെവലായിരിക്കും. ആദ്യം ഓഫ് റോഡ് അത്ര ഇല്ലെന്ന് വിചാരിച്ചെങ്കിലും ഇനി ഉള്ളിലേക്ക് ചെല്ലും തോറും നല്ല രീതിയിലുള്ള നല്ല കട്ട് ഓഫ് റോഡാണ്. കാറിൽ വരുന്നവർ കാർ സൈഡിൽ ഇറങ്ങി പകുതി ദൂരം ചെന്നിട്ട് കാർ സൈഡിൽ ഒതുക്കിയിട്ട് പിന്നെ നടന്ന് വരാവുന്നതാണ്. ഇപ്പോൾ ഈ പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തേക്ക് 2 റൂട്ട് കൂടെ നമുക്ക് തൃശ്ശൂരിൽ നിന്നും വരാം. തൃശ്ശൂർ മണ്ണുത്തി വഴിയും വരാം. രണ്ടാമത് വരുന്നത് വിമല കോളേജ് വഴി താണിക്കുടം കൂടിയിട്ട് വരുന്ന ഒരു റൂട്ടാണ്. ഏത് റൂട്ടാണ് എളുപ്പം എന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വരികയായിരിക്കും നല്ലത്. ഗായ്സ്, നമ്മളിപ്പോൾ പട്ടത്തിപ്പാറ പാർക്കിങ്ങിൻ്റെ സൈഡിലെത്തി. വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. കർണാടകയിൽ നിന്നൊക്കെ വണ്ടികൾ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി സെറ്റാണ്. ഇപ്പോൾ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടം വരെ വണ്ടി വരുള്ളൂ, ബാക്കി നമ്മൾ നടക്കണം. തൃശ്ശൂരിലെ പാണഞ്ചേരി എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലെ ഉള്ളൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. കാടിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. ഈ വെള്ളച്ചാട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. അത് വനം വകുപ്പ് അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ഇപ്പോൾ സഞ്ചാരികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വെള്ളച്ചാട്ടമായിട്ട് മാറി. സാഹസികതയുടെ രംഗം. വള്ളി വരെ പിടിച്ചു കാലുമ്പില്. ഹരിയർ ഫോർട്ട് വരെ ചാടിക്കടന്നവനാണ് ഇരിച്ചു. ഈ ചപ്പലുള്ളതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളൂ. നല്ല വെള്ളച്ചാട്ടങ്ങളാ. നമ്മളിപ്പോൾ ഉള്ളത് പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ്. തൃശ്ശൂരിൽ നിന്നൊരു 14 കിലോമീറ്ററാണ് ഈ ഒരു സ്ഥലത്തേക്ക്, ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നത്. സാധാരണ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഡിസംബറിലാണ്. അപ്പോൾ ഡിസംബറിൽ താരതമ്യേന വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. സാധാരണ കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാവാറുണ്ടല്ലേ, അപ്പോൾ കുറവാണ്. ഇതിപ്പോൾ ഒരു 400 മീറ്റർ നടന്നു വരണം. വണ്ടി അവിടെ നിർത്തിയിട്ട് 400 മീറ്റർ നടന്നു വരണം, ട്രക്ക് ചെയ്തിട്ട് വരണം. ട്രക്കിംഗ് വലിയ കുഴപ്പമില്ലാത്ത ട്രക്കിംഗ് ആണ്. പിന്നെ ഈ വെള്ളച്ചാട്ടം കുറച്ചുകൂടി അടിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വേറൊരു വെള്ളച്ചാട്ടം പോലെ അല്ലെങ്കിൽ സ്റ്റെപ്പ് പോലെയൊക്കെ നമുക്ക് കാണാം. അവിടെ നമുക്ക് നിന്ന് കുളിക്കാനൊക്കെ പറ്റും. ഫോറസ്റ്റിൻ്റെ അത്ര സ്ട്രിക്റ്റഡ് ഏരിയ ഒന്നുമല്ല. നല്ല രീതിയിൽ ആൾക്കാർ പ്ലാസ്റ്റിക് ഒക്കെ നിക്ഷേപിക്കുന്നുണ്ട്. കുറ്റം പറയരുതല്ലോ, അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാവുന്ന ഒന്നാണ്.
കുറേ പേര് മദ്യപിക്കാനൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഞങ്ങൾ വരുന്നതിൽ തന്നെ ഒരു ടീമിനെ കണ്ടിരുന്നു. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ കർണാടക അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അതിനത് നല്ല കാര്യമാണ്. നല്ലൊരു സ്ഥലം തന്നെയാണ്, വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. നമുക്ക് ഇഷ്ടമാണെങ്കിൽ അവിടേക്കൊക്കെ ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ എന്താ പറയുക സേഫ്റ്റി നോക്കിയിട്ട് നമുക്കവിടെ ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. കാരണം ആൾക്കാരവിടെ ഭക്ഷണം കഴിച്ചിട്ടുള്ള പ്ലേറ്റും പിന്നെ ലേസിൻ്റെ കവറും കുപ്പികളും ഒക്കെ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ സംഭവം ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫോറസ്റ്റ് ഏരിയസിൽ ഇത് കഴിച്ചിട്ട് ഇവിടെ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ക്രൂരത തന്നെയാണ്. അത്തരത്തിലേറെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ കാണാം. കുപ്പി ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ കാണാം. വെള്ളച്ചാട്ടം ഈ കാണുന്നതാണ് മെയിൻ വെള്ളച്ചാട്ടം. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന വേറൊരു വെള്ളച്ചാട്ടം അവിടെ കെട്ടി, ഈ വെള്ളച്ചാട്ടം പോയിട്ട് അവിടെ കെട്ടി നിൽക്കുകയാണ്. കുറച്ച് വെള്ളം മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുളിക്കാൻ ഒരു എന്താ പറയുക കംഫർട്ടായിരിക്കും ഇവിടെ കുളിക്കുന്നത്. മരം കണ്ട എന്ത് ഭംഗിയല്ലേ കാണാൻ. സാഹസികതയുടെ അങ്ങേയറ്റം. സ്പൈഡർ ഡിഷിൽ വീടില്ല. ഡെസ്റ്റിനേഷൻ്റെ ഈ ചെറിയൊരു വീഡിയോ പട്ടത്തിപ്പാറയിലത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് ടൈമിലൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് പട്ടത്തിപ്പാറ. തൃശ്ശൂരുള്ളവർക്കും പാലക്കാടുള്ളവർക്കൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് പട്ടത്തിപ്പാറ. നിങ്ങൾ മാക്സിമം വരാൻ നോക്കുക. പിന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല സ്ഥലങ്ങളായിട്ട് വീണ്ടും വരും. അപ്പോൾ അതുവരെയും ബൈ ബൈ.